മദുറോയെ പിടികൂടിയാൽ വെനസ്വേല നിശബ്ദമാകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നെങ്കിൽ അവർക്ക് തെറ്റി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ US സൈന്യം പിടികൂടിയിട്ട് കൃത്യം 1 മാസം തികയുന്നു. പക്ഷെ കാര്യങ്ങൾ അമേരിക്ക വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത്. തലസ്ഥാനമായിട്ടുള്ള കാരക്കാസ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധക്കടലായി മാറിയിരിക്കുകയാണ്. മദുറോയുടെ തട്ടകത്തിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിനെ ഒന്ന് അലോസരപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. വെനസ്വേലയുടെ തെരുവുകളിൽ ഇപ്പോൾ കേൾക്കുന്നത് ഒരേ ഒരു മുദ്രാവാക്യമാണ്: സാമ്രാജ്യത്വമേ കൈയെടുക്കൂ. നിക്കോളാസ് മദുറോയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് തലസ്ഥാനമായിട്ടുള്ള കാരക്കാസിൽ തടിച്ചുകൂടിയത്. ഭരണകക്ഷിയായിട്ടുള്ള യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനസ്വേല, ആ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ കൂറ്റൻ റാലി അരങ്ങേറിയത്. മദുറോയുടെ അഭാവത്തിൽ രാജ്യം വലിയൊരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അവരുടെ പക്ഷം. ആക്ടിംഗ് പ്രസിഡന്റായി ഡെൽസി റോഡ്രിഗസ് ചുമതലയേറ്റിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ രോഷം തണുപ്പിക്കാൻ അത് മതിയാകുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കാഴ്ചകൾ. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഡിയോസ് ഡാഡോ കാബല്ലോ, നഹൂം ഫെർണാണ്ടസ് എന്നിവർ നേരിട്ടാണ് പ്രതിഷേധത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഞങ്ങളുടെ പ്രസിഡന്റിനെ നിങ്ങൾക്ക് തടവിലാക്കാം, പക്ഷെ ഞങ്ങളുടെ വിപ്ലവ വീര്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് പ്ലാസ വെനസ്വേലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരത്തെ പിടിച്ചു കുലുക്കിയത്. ഇതൊരു പെട്ടെന്നുള്ള പ്രതിഷേധമല്ല, കഴിഞ്ഞ 1 മാസമായി പുകയുന്ന അമർഷമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഒരു പ്രതിഷേധമായി. ജനുവരി 5-നാണ് ഡെൽസി റോഡ്രിഗസ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നത്. എന്നാൽ മദുറോയുടെ അറസ്റ്റോടുകൂടി രാജ്യത്ത് വിദേശ ഇടപെടലുകൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ഇടപെടലുകൾ വർദ്ധിക്കുമോ എന്ന ഭയം വെനസ്വേലൻ ജനതയ്ക്കുണ്ട്. മദുറോയുടെ മകൻ നിക്കോളാസ് മദുറോ ഗവേരയും ഈ പ്രതിഷേധ റാലിയിൽ ഒരു സുപ്രധാന സാന്നിധ്യമായിരുന്നു. വെനസ്വേല ഒറ്റയ്ക്കല്ലെന്നും ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ചേരികളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ സ്വയം ഭരണാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന മുന്നറിയിപ്പും പ്രതിഷേധക്കാർ നൽകുന്നുണ്ട്. പക്ഷേ ഇവരുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് അമേരിക്കയാണല്ലോ. അതുകൊണ്ട് ഏതറ്റം വരെ പോകാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കാലങ്ങളായി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് വെനസ്വേല. മദുറോയുടെ അറസ്റ്റ് ആ രാഷ്ട്രീയ പോരാട്ടത്തിലെ നിർണായകമായ ഒരു അധ്യായവുമായിരുന്നു. എന്നാൽ മദുറോ ജയിലിലായാലും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം തകർന്നിട്ടില്ല എന്നും തെരുവിലിറങ്ങാൻ ലക്ഷക്കണക്കിന് അനുയായികൾ ഇപ്പോഴും ഉണ്ടെന്ന് അമേരിക്കയോട് തെളിയിക്കുകയാണ് അവർ ഈ റാലിയിലൂടെ ചെയ്യുന്നത്. നിലവിലെ ആക്ടിംഗ് പ്രസിഡന്റ് റോഡ്രിഗസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സോഷ്യലിസ്റ്റ് നേതൃത്വം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളെ ചെറുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മദുറോയെ പിടിച്ചത് കൊണ്ട് മാത്രം വെനസ്വേലയിലെ അമേരിക്കൻ വിരുദ്ധ രാഷ്ട്രീയം അവസാനിക്കുന്നില്ല. ചുരുക്കത്തിൽ മദുറോയെ പിടികൂടിയാലും സമാധാനം കിട്ടാത്ത അവസ്ഥയിലാണ് അമേരിക്ക. നീതി വിജയിക്കും വരെ പോരാട്ടം തുടരുമെന്നൊക്കെയാണ് വെനസ്വേലൻ ജനത പറയുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമോ അതോ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി പുതിയ ഭരണകൂടം നിലപാടുകളിൽ മാറ്റം വരുത്തുമോ എന്ന് കണ്ടറിയണം. എന്തായാലും കാരക്കാസിലെ തെരുവുകൾ അസ്വസ്ഥമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.